ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്, ഒരു മിനി വ്ളോഗാണ്. ഇന്ന് ഞാൻ ചെയ്യുന്ന കുറച്ച് സ്റ്റിച്ചിങ്, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ ഉടനെ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇതാ ഒരു ചുരിദാറിൻ്റെ സെറ്റാണ്. ഇത് നമ്മൾ നോർമലി ചുടി ബോട്ടം പാൻറ്റും അതുപോലെ ടോപ്പും പിന്നെ ലൈനിങ്ങും അതാണ് കേട്ടോ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഒരു കസ്റ്റമർ തന്നെയാണേ. ഇത് നമുക്ക് അളവ് ഡ്രസ്സ് അവർ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് പാൻറ്റിൻ്റെ അളവും ഇത് ടോപ്പിൻ്റെ അളവും. ഇത് നമുക്ക് വേറൊരു കസ്റ്റമർ തന്നതാണ്. ഇതും ഒരു ചുരിദാർ സെറ്റാണ്. ഇപ്പം കാണുന്നത് പാൻറ്റിൻ്റെ പീസും അതുപോലെ അടിയിലിരിക്കുന്നത് ടോപ്പിൻ്റെ പീസുമാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊരു അംബ്രല്ല ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളും എല്ലാം നോക്കി വെക്കണം. അതുപോലെ എന്തെങ്കിലും ഡിസൈൻസ് കൊടുക്കാനുള്ളതെങ്കിൽ അതും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വെക്കണം. ഇതാണ് അവർ തന്ന അളവിൻ്റെ ഫ്രോക്ക്. ഇത് നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇതിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കണം. അതായത് ഇതിൻ്റെ ആ ഒരു കല്ലൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇനി സിബ് വെക്കാനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കണം. അതുപോലെ വർക്ക് കിട്ടിയ കാര്യങ്ങൾ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫ്രോക്കിൽ സിബ് വയ്ക്കാനാണ് കേട്ടോ. ഇതിൽ ഇൻവിസിബിൾ സിബ് വയ്ക്കാനാണ്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമുക്ക് വേറൊരു കസ്റ്റമർ തന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു ഗൗണാണ് കേട്ടോ. ഒരു റെഡ് ഗൗണാണ്. ഇതിൻ്റെ സ്ലീവിൽ കുറച്ചും കൂടി സ്റ്റോൺസ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ യോക്ക് പാർട്ടിൽ നല്ല രീതിയിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ലീവിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ലീവ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തത് ഗോൾഡൻ ബീഡ്സ് ആണ്. അപ്പോൾ കസ്റ്റമറിന് ആ ഒരു ഗോൾഡൻ ബീഡ്സ് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ അത് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ പോയി റെഡ് ബീഡ്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ ചെയ്തത്. ഞാനിവിടെ എടുത്തത് B7000ൻ്റെ ഗ്ലൂ ആണ്. അത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് വലിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ റെഡ് ബീഡ്സ് തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വലിയ എടുപ്പില്ല എങ്കിലും നേരിട്ട് വേണം കുഴപ്പമില്ല കേട്ടോ. ഈ വീഡിയോയിൽ അത്ര രസമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലീവിൽ ഫുള്ളായിട്ട് ഈ ഒരു ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കും കൂടി കാണാം. ഇനി ഞാൻ വാങ്ങിയ ട്രൈപോഡ്, ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് കാണിച്ചു തരാം. 2 ട്രൈപോഡ് കയ്യിലുണ്ട്. ഒരെണ്ണം ഇതാണ്, ഈ ഒരു ചെറിയ ട്രൈപോഡ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 379 ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ്. അന്ന് വാങ്ങിയപ്പം ഐ തിങ്ക് 399 ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് 2 ഇയേഴ്സ് ഞാൻ യൂസ് ചെയ്തു. ബട്ട് ഇതിൻ്റെ ഫോണിൻ്റെ ഹോൾഡർ ഇതുപോലെ ഒടിഞ്ഞ് വിട്ടുപോയില്ല, ഇതുപോലെ മറിഞ്ഞു വീഴും. അതുപോലെ ഇതിൻ്റെ ഈ സ്റ്റാൻഡിൽ ഇതും അത്ര ക്വാളിറ്റി ഇല്ല. പിന്നെ അത്യാവശ്യം സ്റ്റിച്ചിങ്ങൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ 2 ഇയേഴ്സ് യൂസ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ ഫോൺ ഹോൾഡർ പൊട്ടിയത് കേട്ടോ. അതുവരെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രൂ അതും ഇളകിപ്പോയായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്, ഞാൻ ഒന്നും യൂസ്ലെസ് ആയിട്ട് ഞാൻ കളയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. റബ്ബർ ബാൻഡൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പൊട്ടിയ ട്രൈപോഡ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പാടായതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഒരു ട്രൈപോഡും കൂടി വാങ്ങിയത്. ഈ ഒരു ട്രൈപോഡാണ് കേട്ടോ. റിംഗ് ലൈറ്റുള്ള ട്രൈപോഡാണ് ഞാൻ വാങ്ങിയത്. അതിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഫോണിലെ ആ ഹോൾഡറില്ലേ അത് ഫോണോട് കൂടി താഴെ വന്ന് വീണു. ഇതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് എൻ്റെ ഇരുന്നത് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇനി ഫോണിൻ്റെ വെയിറ്റ് കൊണ്ട് താങ്ങാതെ താഴെ വീണ് പൊട്ടിയതും ആവാം, അറിയില്ല. പിന്നെ ഈ ഒരു മെഷീൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഫോണിന് വലിയ പുറലൊന്നും ഇല്ല. എന്നാലും ഇത് തറയെ വീണാൽ പോയതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.